ഓടിക്കളിക്കുന്ന കുഞ്ഞു പിള്ളേർ ഫോണും കൊടുത്ത് അടങ്ങിയിരുത്തുമ്പം അവരുടെ വാക്കുകൾ പരിമിതമാവുന്നതും അവരുടെ ഇമോഷൻസ് പുറത്തു വരുന്നത് വാക്കുകളല്ലാതെ ആംഗ്യങ്ങളാകുന്നതും നമ്മളുടെ നിത്യകാഴ്ച. ഈ സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ പേരൻസ് എന്താ ചിന്തിക്കുകയെന്ന് വെച്ചോ, എൻ്റെ കൊച്ചല്ലേ, അതങ്ങ് മാറിക്കോളും, ശരിയായിക്കോളും എന്ന് വിചാരിക്കും. ജനിക്കുന്ന അന്ന് മുതൽ 3 വയസ്സ് വരെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാളുകളാണ്. ഈ നാഴികക്കല്ലുകളിൽ നടക്കേണ്ടതായ പല മൈൽ സ്റ്റോണും കുഞ്ഞ് കവർ ചെയ്യാതെ പോകുമ്പോൾ പിന്നീട് കുട്ടിക്ക് അത് ബുദ്ധിമുട്ടായി വരികയും ഡിലേഡ് ഡെവലപ്മെൻറ്റായി മാറുകയും അത് സ്റ്റാറ്റിക്കായൊരു കണ്ടീഷനായി മാറുകയും ചെയ്യുന്നതായി കാണാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ 3 വയസ്സുള്ള വരെയുള്ള കാലഘട്ടം നമ്മളത് അഡ്രസ്സ് ചെയ്യത്തില്ല. നമുക്ക് പേടിയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ. പലപ്പോഴും നേരത്തെയാണെങ്കിൽ നമുക്കിതിന് അറിവില്ലായ്മ കൊണ്ടാണെന്ന് വിചാരിക്കാം. ഇപ്പം അറിയാം, എന്നാൽ പോലും ഈവൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും കുഞ്ഞുങ്ങൾക്ക് വാക്കുകൾ കുറവാണ് എന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും അവരാരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇതൊരു തരം ഇമോഷൻസാണ്. നമ്മളുടെ ഇമോഷനൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാകുകയാണ്. നമ്മളുടെ കൊച്ചിനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷേ നിങ്ങൾ ഈ സമയം ഈ കുഞ്ഞിൻ്റെ ഏറ്റവും വളരെ ഭംഗിയായിട്ട് ഇതിനെ കുറയ്ക്കാൻ പറ്റുന്ന, വേണമെങ്കിൽ പലപ്പോഴും ഇത് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു നാളുകളാണ്. ഈ ഡെവലപ്മെൻറ്റൽ ഡിലേ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ ഡിലേയിൽ നിന്ന് കുഞ്ഞിനെ മാറ്റാനുള്ള ഓപ്ഷൻസ് നിങ്ങൾ ഉപയോഗിക്കുക. ചിലർ അറിവില്ലായ്മ കൊണ്ടാണ്. എന്തുകൊണ്ടാണിത്? ബാക്കി എല്ലാത്തിലും സ്മാർട്ടാണ്. പല കുട്ടികളെയും കാണാം വീഡിയോ എഡിറ്റിങ്ങിൽ ആടാനും പാടാനും ഒക്കെ കുഞ്ഞുങ്ങൾ കാണിക്കും. മൗത്ത് നിന്ന് പുറത്തേക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുകയില്ല. ചില കുട്ടികൾ അവരെ എന്താ പറയുക, ഒരു സിസ്റ്റം മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതും ചലഞ്ചാണ്. അവരിൽ ഇമോഷൻസ് ഉണ്ട്, പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഓക്കെ ഇറ്റ് ഇസ് ഫൈൻ, കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന്. പക്ഷെ മാറുന്നില്ല. കൂടുതൽ ചലഞ്ചുകൾ വരികയാണ്. ഫലപ്രദമായി ഈ 3 വയസ്സിന് മുമ്പുള്ള സമയം ഉപയോഗിച്ചാൽ ഡെഫിനറ്റ്ലി ഈ കുഞ്ഞുങ്ങളെ നമ്മളുടെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുവാൻ നമ്മൾക്ക് കഴിയും. സമൂഹത്തിൻ്റെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അവരുടെ ചോദ്യശരങ്ങൾ, ഇറ്റ് ഈസ് ഓക്കെ, മറ്റുള്ളവർക്കും ഇങ്ങനെയാണ്, ഇതൊരു പുതിയ നോർമലായൊരു കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മളിലെ ഓരോ മാതാപിതാക്കളും തോറ്റുപോവുകയാണ്. നമ്മളുടെ കുഞ്ഞിന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഫെസിലിറ്റിയുമുള്ള ഈ പ്രപഞ്ചത്തിൽ അവനെ മാത്രം അല്ലെ അവളെ മാത്രം കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. കാരണം കുഞ്ഞിൻ്റെ ഇങ്ങോട്ട് കേൾക്കാനും കാണാനും പറ്റുന്ന ഒരു മീഡിയയോട് മാത്രമായി കുഞ്ഞ് ഒതുങ്ങിത്തീരുന്നു. ആ ഒതുങ്ങിത്തീരുമ്പം പഞ്ചേന്ദ്രിയങ്ങളും വർക്കിലാകുന്നത്, പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവവേദ്യം കുഞ്ഞിന് നഷ്ടപ്പെടുന്നു. കാരണം ടച്ച് സ്ക്രീനിൽ കിട്ടുമ്പോൾ കുഞ്ഞിനെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ്. ടച്ച് സ്ക്രീനിൽ തൊട്ടാൽ എല്ലാ വിധത്തിലുള്ള വർണ്ണങ്ങളും പാട്ട്, ഡാൻസ് എല്ലാം വരുന്നു. കുഞ്ഞതിൻ്റെ അടിമയായി പോകുന്നു. അതായത് കഴിഞ്ഞ ഒരു ട്രെയിൻ യാത്രയിലുണ്ടായൊരു ഇൻസിഡൻ്റാണ്. 3 വയസ്സിന് താഴെ ആ കുട്ടിയോട് പേര് ചോദിക്കാൻ ശ്രമിക്കുമ്പോഴും പേര് അവ്യക്തമാണ്. 3 വയസ്സ് തികയാൻ ഇനി കുഞ്ഞിനൊരു 2 മാസം കൂടെ ഉള്ളൂ. പക്ഷേ വളരെ മിടുക്കിയായ ഭയങ്കര എക്സ്പ്രസീവായ ഒരു ചൈൽഡ്, നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു, അവൾ ഓടിക്കളിക്കുന്നു. പക്ഷേ കുഞ്ഞ് ഡാൻസ് കളിക്കാനും ഒന്ന് എഴുന്നേറ്റ് മൂവ് ചെയ്യാനും ശ്രമിക്കുമ്പം കുഞ്ഞിൻ്റെ അമ്മ തന്നെ ഫോൺ എടുത്ത് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചോദിച്ചിട്ടും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കാൻ കുഞ്ഞിന് ഭയങ്കര വൈമനസ്യമാണ്. അതിന് പകരം കുഞ്ഞെന്താ ചെയ്യുന്നത്, അവളുടേതായ വീഡിയോസ് നമ്മളെ എടുത്ത് കാണിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് വീഡിയോസ് കുട്ടി കാണുന്നുണ്ട്, പക്ഷേ സംസാരമില്ല. കുഞ്ഞിൻ്റെ ഗ്രാനിയാണ് എന്ന് തോന്നിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവള് ഡാൻസ് കളിക്കാനും ഇതിനുമൊക്കെ മിടുക്കിയാണ്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ എല്ലാം ഇങ്ങനെയല്ലേ എന്നുള്ളത്. ശരിക്കും ഈ ഔട്ട്പുട്ട്, അതായത് സംസാരം എന്നത് കുറയുന്നു അല്ലെ വൈകുന്നു എന്നത് പിന്നീടുള്ള പഠന വൈകല്യങ്ങൾക്ക്, ബ്രെയിൻ സംബന്ധമായ ചില ഡിസോർഡറുകൾക്ക്, ബ്രെയിനിൻ്റെ പരിമിതികൾക്ക്, ചില കോർഡിനേഷൻ സ്കില്ലുകൾ ഇവയൊക്കെ ഇല്ലാതായിത്തീരുന്നു. സമൂഹം എന്തു പറയും, ആളുകൾ അറിയും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒതുക്കി വെക്കുന്നത് നമ്മളുടെ കുഞ്ഞിൻ്റെ ഭാവിയെ, നമ്മളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തെ ബാധിക്കുന്നു. 10-16 വയസ്സ് കഴിഞ്ഞ് ഈ കുട്ടികളുമായി വരുമ്പം നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കും. നിങ്ങളും നിസ്സഹായരാണ്, ഞങ്ങളെപ്പോലുള്ളവരും നിസ്സഹായരായി പോവും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളുടെ കുട്ടികളുടെ ആ കൊടുക്കാവുന്ന ചലഞ്ച് എവിടെ കണ്ടു തുടങ്ങുന്നോ, ചലഞ്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പം അതിനെ പൊതിഞ്ഞ് ഒതുക്കി വെക്കാതെ അതിന് എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ സമീപിക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെർച്വൽ ഓട്ടിസം, മ്യൂട്ടിസം, അതേപോലെ തന്നെ പലതരത്തിലുള്ള ADHDകൾ ഇവയൊക്കെ നേരത്തെ അഡ്രസ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി മറ്റുള്ള കുട്ടിയെപ്പോലെ എല്ലാ കഴിവുകളുമുള്ള, ചിലപ്പോൾ ഒരുപക്ഷെ മറ്റൊരു കുഞ്ഞിനെ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന ഒരു കുഞ്ഞിനേക്കാൾ കൂടുതൽ സ്കില്ലുള്ള കുഞ്ഞായിരിക്കും നിങ്ങളുടേത്, അല്ലെങ്കിൽ ടാലൻ്റ് ഉള്ള കുഞ്ഞായിരിക്കും. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ അഡ്രസ്സ് ചെയ്താൽ മാത്രമാണ് ആ ടാലൻറ്റിനെ
അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുക. എപ്പോഴും നമ്മളൊരു ഇമോഷണൽ ഫ്രെയിമിനുള്ളിൽ കുടുങ്ങി നമ്മൾ ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. ഇപ്പം നമുക്ക് മറച്ചു വയ്ക്കാം കുഞ്ഞിനെ, ഈ 3 വയസ്സ് അല്ലെ 5 വയസ്സിൽ താഴെ നമുക്ക് മറച്ചു വയ്ക്കാം. കുഞ്ഞു വളരുന്നതോടൊപ്പം ഈ വൈകല്യങ്ങളും വളരുന്നു. അന്നേരം അതെല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുന്നു. ആ സമയം നമ്മൾ എന്താ ചെയ്യുക? തല്ലി ശിക്ഷിച്ച് കുഞ്ഞിനെ നേരെയാക്കാൻ ശ്രമിക്കും. അപ്പം പലപ്പോഴും നമ്മൾ പറയുന്നത് സ്കൂളുകാരുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ പ്രശ്നമാണെന്ന്. പക്ഷേ ഇതൊരു അമ്മയ്ക്ക് വീട്ടിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു വലിയമ്മയ്ക്ക്, വലിയച്ഛന് അല്ലെങ്കിൽ അച്ഛന്, അച്ഛൻ്റെ സിബ്ലിങ്സിന് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത്. ശരിയാണ്, കുട്ടികൾ സ്മാർട്ടായി തന്നെ വളരട്ടെ ഈ സ്മാർട്ടായ യുഗത്തിൽ. പക്ഷേ എങ്ങനെ ഈ സ്മാർട്ട് ഗാഡ്ജറ്റ്സ് അവരുടെ സ്മാർട്ട്നെസ് കളയുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം.